എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് വളരെ പ്രമാദമൊരു കാര്യമാണ്, വിശ്വാസത്തിലുള്ള നിലനിൽപ്പ്. അതിൻ്റെ ആദ്യത്തെ വാക്യം വീണ്ടും ഒന്ന് അനുസ്മരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? ദൈവം മനുഷ്യന് നൽകുന്ന സൗജന്യമായ ഒരു ദാനമാണ് വിശ്വാസം. അമൂല്യമായ ഈ ദൈവദാനം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് വാക്ക് ഓർക്കുക. ഒന്ന്, അതൊരു ദൈവദാനമാണ്, നമ്മുടെ ഒരർഹത കൊണ്ടുമല്ലാതെ. രണ്ട്, അത് അമൂല്യമാണ്, പ്രൈസ്ലെസ് ഗിഫ്റ്റ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. ആ വിശ്വാസം വളരണം. അത് വളർച്ചയ്ക്ക് നമ്മൾ ഇന്നലെ പഠിച്ച 6 കാര്യങ്ങളാണ്. ഒന്ന്, മനസാക്ഷിയിൽ തെറ്റായ ധാരണകളില്ലാതെ മനസാക്ഷി നിർമ്മലമാകുക. പിന്നെ എന്തൊക്കെയാണ് പഠിച്ചത്? മനസാക്ഷി നിർമ്മലയായിരിക്കുക. പിന്നെ അത് വളരാൻ എന്തൊക്കെ വേണം? ദൈവവചനത്തിൽ വളരണം. ദൈവവചനം പഠിച്ചുകൊണ്ടേയിരിക്കണം, ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. 2, മൂന്നാമത് എന്താണ് നമ്മൾ പഠിച്ചത്? ദൈവവചനം. മൂന്നാമത് എന്താ പഠിച്ചത്? മൂന്നാമത് വിശ്വാസം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. 3, നാലാമത് സ്നേഹത്തിൽ പ്രവർത്തനനിരതമാകണം. നമ്മളുടെ അനുദിന ജീവിതത്തിലും ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരെയും സ്നേഹത്തിലൂടെ വിശ്വാസവും സ്നേഹവും കൂടി ഒരുമിച്ച് പോകണം. 4, അഞ്ചാമത് എന്താ നമ്മൾ പഠിച്ചത്? അഞ്ചാമത് പ്രത്യാശ ഉള്ളവരായിരിക്കണം. ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകും, വിജയം മാത്രമല്ല ജീവിതം. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രത്യാശ ഉള്ളവരാകുക. 5, ആറാമത് സഭയുടെ വിശ്വാസത്തിൽ രൂഢമൂലമായിരിക്കുക. വിശ്വാസത്തെ കുറിച്ചുള്ള വെളിപാടുകൾ കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നല്ല കാര്യം ആണെന്ന് മനസ്സിലാകും. എന്നാൽ അത് പ്രബോധന അധികാരത്തിലൂടെ ആയിരിക്കണം. ആ പ്രബോധന അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അത് ശരിക്കും നമ്മളിൽ വളരുകയുള്ളൂ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 163-ാം ഖണ്ഡിക, വിശ്വാസം നിത്യജീവന്റെ സമാരംഭം. വിശ്വാസം നിത്യജീവന്റെ സമാരംഭം. ഈ ഭൂമിയിലെ 163, പേജ് നമ്പർ 46. ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണത് അത് ഉദ്ദേശിച്ചിട്ടാണോ? ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനത്തിൻ്റെ ബിയാറ്റിഫിക് വിഷൻ, സൗഭാഗ്യ ദർശനത്തിൻ്റെ സന്തോഷവും പ്രകാശവും മുൻകൂട്ടി അനുഭവിക്കാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. ഓ, പ്രൈസ് ദ ലോർഡ്. ഇതങ്ങ് വായിച്ച് തീരട്ടെ, എന്നിട്ട് നമുക്ക് വീണ്ടും അതിനകത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ദൈവത്തെ മുഖാഭിമുഖം അവിടെ നിന്നായിരിക്കുന്നത് പോലെ കാണും. അങ്ങനെ വിശ്വാസം ഇപ്പോൾ തന്നെ നിത്യജീവന്റെ ആരംഭം കുറിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പിന്നെ 2 വലിയ വിശുദ്ധരുടെ ഒരു കൊട്ടേഷനാണ്, അല്ലെങ്കിൽ അവരുടെ പ്രബോധനമാണ്. വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു നാൾ നാം അനുഭവിക്കുമെന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറപ്പ് നൽകുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് അനുഭവവേദ്യമാകുന്നു. ഒരു കണ്ണാടിയിലെ പ്രതിഫലനത്തെ ദർശിക്കുന്ന മട്ടിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ മഹാത്ഭുതകരമായ കാര്യങ്ങൾ നാം അനുഭവിച്ചു കഴിഞ്ഞു എന്ന പ്രതീതിയാണ് നമുക്കുണ്ടാവുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ വീണ്ടും വരാം. ആദ്യത്തെ സെന്റൻസ് ഇതാണ്: ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനത്തിൻ്റെ ആദ്യം തന്നെ നമ്മൾ ഇത് മനസ്സിലാക്കണം. നമുക്ക് അങ്ങനെ ഒരു ദർശനമുണ്ടോ? അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? എന്താ നിങ്ങളുടെ ലക്ഷ്യം? എവിടേക്ക് പോകുന്നു? അല്ലയോ മനുഷ്യ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്?
അതാണ് ഒരു വചനം വരുന്നു, 1 കൊരിന്ത്യർ 15:19. ഒരു വചനം വരുന്നു, 1 കൊരിന്ത്യർ 15:19. ഈ ജീവിതത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ, അപ്പോൾ നമ്മുടെ പ്രത്യാശ ഈ ജീവിതത്തിനപ്പുറത്തുള്ള നിത്യമായ ജീവിതത്തെക്കുറിച്ചാണ്. നിത്യമായ ജീവിതത്തെക്കുറിച്ച് ഇപ്പം എപ്പോഴും പലരും വിശുദ്ധ ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ മരിക്കണ സമയത്ത് കുര്യാക്കോസ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കല്ലേ, ഞാൻ നിത്യജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇത് കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞതായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. കൊച്ചു ത്രേസ്യ പുണ്യവതി മരിക്കുന്ന നേരത്ത് എല്ലാ സിസ്റ്റർമാരും കരയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്തിനാ കരയണേ? അയ്യോ, ഇതിനു വേണ്ടിയല്ലേ ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചത്. ഞാൻ മരിക്കുകയല്ല, ഞാൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ പുസ്തകങ്ങളിലെല്ലാം നമ്മൾ വായിച്ചതായിട്ട് തോന്നുന്നുണ്ട്. കൊച്ചു ത്രേസ്യ കുഞ്ഞായിരിക്കുമ്പോൾ 3-4 വയസ്സൊക്കെ ആയിരിക്കുമ്പോൾ അമ്മ മരിച്ചു. അമ്മ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പൊക്കെ അമ്മ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു, വിഷമിക്കുന്നു. ഈ 3-3.5 വയസ്സുള്ള കൊച്ചു അമ്മയോട് പറയാണ്, അമ്മ എന്തിനാ ഇവിടെ കിടന്ന് ഇത്രയും വിഷമിക്കണത്? അമ്മ വേഗം അങ്ങ് മരിച്ച് സ്വർഗത്തിൽ പോയിക്കൂടെ, പിന്നെ വലിയ ആനന്ദമല്ലേ. നമ്മൾ ആരെങ്കിലും ഇപ്പോഴും അങ്ങനെ പറയോ? ഈ പ്രായത്തിൽ നമ്മൾ ആരെങ്കിലും ഈ പ്രായത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികളോടോ അമ്മയോടോ അപ്പനോടോ അങ്ങനെ പറയോ? അപ്പൊ ഇവിടെയാണ് ഈ വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കണ ഉരകല്ല് എന്ന് പറയുന്നത്. വിശ്വാസം, നമ്മുടെ വിശ്വാസം നമ്മൾ ഈ ജീവിതത്തിന് വേണ്ടിയാണോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? കണ്ടോ, ഈ ജീവിതത്തിന് വേണ്ടിയാണോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? അപ്പൊ ഈ ജീവിതം ഒരു തീർത്ഥാടനമാണ്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശി. ഇങ്ങനെ പാട്ടുകളൊക്കെ നമ്മൾ പാടാറുണ്ട്. എന്തിനാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്? അപ്പോ ഇതാണ് വളരെ വലിയ ഒരു കാര്യം വിശ്വാസത്തിൽ. വിശ്വാസം നിത്യജീവന്റെ സമാരംഭം. എന്നാൽ ആ നിത്യജീവന്റെ സമാരംഭം ഇവിടെ നമ്മൾക്ക് അനുഭവമാകണമെങ്കിൽ നമ്മൾ ആ നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണ്ടേ? ഇവിടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണ്ടേ? പള്ളിയിലെല്ലാം പോകും, കുർബാനയ്ക്കെല്ലാം കൂടും, കുർബാന സ്വീകരണ സമയത്ത് കേൾക്കും, ഈശോമിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും പാവങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. ഈശോമിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും പാവങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. സ്വീകരിക്കുന്നു. ഓരോ ദിവസവും എല്ലാ പ്രാർത്ഥനകളും എല്ലാം നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കർത്താവ് നമ്മോടുകൂടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നേക്കും വേൾഡ് വിതൗട്ട് എൻഡ്. അപ്പം നമ്മുടെ സകല പ്രാർത്ഥനകളും നിത്യജീവനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ആമേൻ പറയുന്നത്. ഓരോ ശ്വാസവും നിത്യജീവനെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം. അപ്പം ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് നമുക്കുണ്ടാകേണ്ട പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ബോധ്യം. ഇന്ന് ഞാൻ എന്തിനാ ജീവിക്കണേ? എൻ്റെ ഇന്നത്തെ ജീവിതം തന്നെ നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതാണ് ഇവിടെ ആദ്യം തന്നെ പറയുന്നത്. ഭൂമിയിലെ ഈ തീർത്ഥാടനത്തിൽ നമ്മളൊരു തീർത്ഥാടന സഭയാണ്. നമ്മളിവിടെ ഒരു തീർത്ഥാടനമാണ്. നമ്മൾ സ്വർഗത്തിലെ സിറ്റിസണുകളാണ്, നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ്. നിങ്ങളുടെ പൗരത്വം, നിങ്ങൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്, ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഈ ബോധ്യമുണ്ടാകണം, നമ്മൾ ഇവിടത്തെ ആളുകളല്ല, നമ്മളിവിടെ ഒരു തീർത്ഥാടനത്തിന് വന്നിരിക്കുന്നവരാണ്. നമ്മൾ എവിടത്തെ ആളുകളാ? നമ്മൾ
സ്വർഗത്തിലെ ആളുകളാണ്, നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ്, നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു തീർത്ഥാടനത്തിനാണ്. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പൊ ഈ നിത്യജീവന്റെ ആനന്ദം നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ലഭിക്കുന്ന ഒരു കാര്യമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വെച്ച് തന്നെ ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനത്തിൻ്റെ ബിയാറ്റിഫിക് വിഷൻ, നമ്മൾ ബിയാറ്റിഫിക്കേഷൻ എന്നെല്ലാം പറയുന്നത് വാസ്തവത്തിൽ നമ്മളിലുമുണ്ട്. ഇപ്പൊ കാനോനൈസേഷൻ, ബിയാറ്റിഫിക്കേഷൻ എന്നെല്ലാം പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട കുറെ മോഡലുകളാണ് നമുക്ക് വേണ്ടി. എന്നാലും നമ്മളും അവരോടൊപ്പം തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കൾ വിശുദ്ധമായ ജീവിതം നയിച്ച നമ്മുടെ ഒരുപാട് മാതാപിതാക്കളെല്ലാം വിശുദ്ധർ തന്നെയാണ്. പക്ഷേ അവരൊരു കാനോനൈസ്ഡ് ആയിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മളിവിടെ ഇനി വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. മുൻകൂട്ടി, ഈ ഒറ്റ ചെറിയ വാക്ക് ഒന്നുകൂടി വായിക്കാൻ പോവുകയാണ്. ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനത്തിൻ്റെ സന്തോഷവും പ്രകാശവും മുൻകൂട്ടി. ഈ വാക്ക് മുറുക്കെ പിടിക്കുക. ഞാനത് കുറേ പ്രാവശ്യം ചക്രം വരച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. മുൻകൂട്ടി, അതാണ് ആൻറ്റിസിപ്പേറ്ററി. മുൻകൂട്ടി അനുഭവിക്കാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. മുൻകൂട്ടി അനുഭവിക്കാൻ 163 ഇംഗ്ലീഷ് എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. In advance, faith makes us to taste in advance the light of the beatific vision, the goal of our journey here below. In advance. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ, ഈ മരണാനന്തരം അല്ലെങ്കിൽ ആ നിത്യാനന്ദ ജീവിതത്തിൻ്റെ മുൻകൂട്ടിയുള്ള അനുഭവമാണ് നമുക്കുള്ളത്. മുൻകൂട്ടി. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനത്തിൻ്റെ സന്തോഷവും പ്രകാശവും മുൻകൂട്ടി, ഇൻ അഡ്വാൻസ് അനുഭവിക്കാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കും. അതാണ് വിശ്വാസത്തിൻ്റെ ഒരു വശം. വിശ്വാസം നമ്മെ പ്രാപ്തരാക്കും. വിശ്വാസത്തിലൂടെ നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റും. അതാണ് വിശ്വാസത്തിലൂടെ നമുക്കിത് അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവത്തെ മുഖാഭിമുഖം അവിടെ നിന്നായിരിക്കുന്നത് പോലെ കാണും. 47 1 കൊറിന്ത്യസ് 13:12, 1 യോഹന്നാൻ 3:2, 1 കൊറിന്ത്യസ് 13:12. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. അടുത്ത വചനം കൂടി എഴുതാം. അതായത് 1 യോഹന്നാൻ 3:2 പറയുമ്പോൾ കുറെ കൂടി ക്ലിയറാണ്. നമ്മൾ എന്താകും എന്ന് നമുക്കറിയില്ല, എന്നാൽ ഒന്ന് നമുക്കറിയാം. അതാണ്, പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്ന പോലെ നാം അവിടത്തെ കാണുകയും ചെയ്യും. ഇതെപ്പോൾ അറിയുന്നു? ഇപ്പം നമ്മൾ അറിയണത്. നമ്മൾ എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല.
എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു. എപ്പോൾ അറിയുന്നു? ഇപ്പോഴറിയണു. എന്തറിയുന്നു? അവിടെ നിന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെ ആകും. അവിടെ നിന്ന് ആയിരിക്കുന്നത് പോലെ അവിടത്തെ കാണുകയും ചെയ്യും എന്ന് ഇപ്പോൾ വിശ്വാസത്തിലൂടെ നമ്മൾ അറിയുന്നു. എന്തുകൊണ്ടാ? CCC 1:1 അല്ലെങ്കിൽ CCC 1 പറയാണ്. എന്താണ്? അനന്തഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ സൗഭാഗ്യകരമായ ജീവിതത്തിൽ പങ്കാളിയാക്കാൻ ദൈവം നമ്മെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹലോ, CCC 1 ആദ്യത്തെ വരി നമുക്ക് ബൈഹാർട്ടായിരിക്കും. അനന്ത ഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം തൻ്റെ ആ സൗഭാഗ്യകരമായ ജീവിതത്തിൽ പങ്കാളിയാക്കാൻ നമ്മെ സൃഷ്ടിച്ചു. അപ്പോൾ ഫ്രം ക്രിയേഷൻ പോയിന്റ് ഓഫ് വ്യൂ വി ആർ പാർട്ടിസിപ്പന്റ് ഇൻ ദാറ്റ് ബിയാറ്റിഫിക് മിഷൻ. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം തന്നെ ദൈവത്തിൻ്റെ ഈ സൗഭാഗ്യത്തിൽ പങ്കാളിയാക്കിക്കൊണ്ടാണ്. അതിൻ്റെ ആ 1 ഖണ്ഡികയുടെ അവസാനം പറയാണ്, ദൈവത്തിൻ്റെ ദത്തുപുത്രനും അങ്ങനെ അവിടുത്തെ സൗഭാഗ്യ ജീവിതത്തിൻ്റെ അവകാശികളുമായി തീരാൻ വേണ്ടി മനുഷ്യരെ ദൈവം ക്ഷണിക്കുന്നു. ഇനി 1 യോഹന്നാൻ 3:2 അതാണ് 3:2. നാം അവിടത്തെ പോലെ ആകും. അടുത്തത് കേട്ടോ, അവിടെ നിന്നായിരിക്കുന്നത് പോലെ നാം അവിടത്തെ കാണുകയും ചെയ്യും. അവിടെ നിന്നായിരിക്കുന്നത് പോലെ നാം അവിടത്തെ കാണുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വിശ്വാസം, ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര സിമ്പിളാണ്. നമ്മൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും തമ്മിൽ ദൈവത്തെ സംബന്ധിച്ചൊരു വ്യത്യാസമില്ല. ദൈവം നമ്മളെ ജന്മം നൽകിയത് ദൈവത്തിൻ്റെ സത്തയിലാണ്. CCC 295 പറയുന്നുണ്ട്. അതായത് 295 നടുഭാഗത്ത് തൻ്റെ സത്തയിലും ജ്ഞാനത്തിലും നന്മയിലും സൃഷ്ടികളെ ഭാഗഭാക്കുകളാക്കാൻ ദൈവം തീരുമാനിച്ചായി. കണ്ടോ? തൻ്റെ സത്തയിലും ജ്ഞാനത്തിലും നന്മയിലും സൃഷ്ടികളെ ഭാഗഭാക്കുകളാക്കാൻ ദൈവം തീരുമാനിച്ചായി. കാരണം അങ്ങ് സർവവും സൃഷ്ടിച്ചു, അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുക, അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. സംഗീതം. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട വലിയ ഒരു വളർച്ച, ഒരു ബോധ്യം ഇതാണ്: നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഈ വരാനിരിക്കുന്ന ആ അവസ്ഥയെ മുൻകൂട്ടി അനുഭവിക്കുന്നു എന്നുള്ളതാണ്. മുൻകൂട്ടി. ആ മുൻകൂട്ടി എന്നുള്ള വാക്ക് പ്രത്യേകം അടിവരയിടൂ, വട്ടം വരയ്ക്കൂ, സ്ക്വയർ വരയ്ക്കൂ, കളർ ചെയ്യൂ. മുൻകൂട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ച് ഇന്ന് ഈ നാളുകളിൽ ഈ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഇതാണ് നമ്മുടെ മുൻകൂർ അനുഭവം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. കണ്ടോ? അപ്പോൾ ശുശ്രൂഷകൻ പറയുന്നു, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ വിശ്വാസികളായ നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മൾ ചെല്ലുന്നു. വൈദികൻ ഇതാ ഈ നിത്യജീവൻ തന്നെയായ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഇത് ഭക്ഷിക്കുന്നവൻ നിത്യജീവനുണ്ട്. കേട്ടോ? മുൻകൂട്ടി സ്വർഗത്തിൽ പോയിട്ടില്ല, സ്വർഗം താഴോട്ട് ഇറങ്ങി വരുന്നു, മുൻകൂട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നു. ഈശോ മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി വിശ്വാസിക്ക് നൽകപ്പെടുന്നു. വിശ്വസിക്കൂ സ്നേഹമുള്ളവരെ, ഇത് വിശ്വസിക്കൂ.
നമ്മൾ ഇവിടെ വെച്ച് ഈ നിത്യജീവന്റെ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം, ഏറ്റവും വലിയ ആനന്ദം. ഒരിക്കൽ കൂടി വായിക്കുകയാണ്, ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനത്തിൻ്റെ സന്തോഷം, ആനന്ദം, ഗൗഡേറ്റെ, എല്ലാം ഗൗഡേറ്റെ എന്നാണ്. ഗൗഡേറ്റെ എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക, ആഹ്ലാദിക്കുക. ക്രിസ്തീയ ജീവിതം ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ജീവിതമാണ്. എന്തുകൊണ്ടാണത്? അത് ഒരു മാർപ്പാപ്പ പറയാറില്ല, അതൊരു സ്പ്രേ അടിക്കണ മാതിരി അല്ല. അത് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് പോകും. അങ്ങനത്തെ ഒരു സ്പ്രേ അല്ല അത് നിത്യമായിട്ടുള്ളതാണ്. അത് ചുമ്മാ ഒരു സ്പ്രേ അടിക്കണ ആനന്ദമല്ല, നിത്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചില അത്തറടിക്കണു, സ്പ്രേ അടിക്കണു, പെർഫ്യൂം അടിക്കണ മാതിരി അല്ല. അത് നിത്യമായിട്ടുള്ള ഒരു ആനന്ദമാണ് സന്തോഷം. ഗൗഡേത്തെ എക്സുട്ടാത്തെ, ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെല്ലാം ഉള്ളൊരു വാക്കാണ് ആനന്ദം, സുവിശേഷത്തിൻ്റെ ആനന്ദം. ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. അമോറിസ് ലെറ്റേഷ്യ, സ്നേഹത്തിൻ്റെ ആനന്ദം. കാരണം ഇതാണ് ദൈവത്തിൻ്റെ സത്ത. ദൈവത്തിൻ്റെ സത്ത നിത്യമായ ഒരാനന്ദമാണ്. വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓർക്കൂ. എന്താണ്? പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലോ നഗരത്തിൽ, കണ്ടോ, മാലാഖമാരൊത്തു വലം ഭാഗം നിങ്ങൾ കരുളുന്നു. ഓക്കെ, അപ്പോൾ സന്തോഷവും പ്രകാശവും മുൻകൂട്ടി അനുഭവിക്കാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ദൈവത്തെ മുഖാഭിമുഖം അവിടെ നിന്നായിരിക്കുന്നത് പോലെ കാണും. അങ്ങനെ വിശ്വാസം ഇപ്പോൾ തന്നെ നിത്യജീവന്റെ ആരംഭം കുറിക്കുന്നു. അപ്പോൾ കാണുമെന്ന് അവിടെ പറയണത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അടുത്ത് പറയണത് കേട്ടോളൂ. എങ്ങനെയാണ് നമുക്കത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്? വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെ ധ്യാനിക്കുമ്പോൾ ഇവിടെ വിശുദ്ധ സഭാപിതാവായ സെന്റ് ബേസിൽ ദ ഗ്രേറ്റ് പറഞ്ഞിരിക്കുന്നതിനെ വിശുദ്ധ സെന്റ് തോമസ് അക്വിനാസ് സുമ്മ തിയോളജിക്കായിൽ ഉദ്ധരിച്ചിരിക്കുകയാണ്. അതിങ്ങനെയാണ്: വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെ ധ്യാനിക്കുമ്പോൾ, ശ്രദ്ധിക്കണം, ഇതെല്ലാവരും വളരെ ശ്രദ്ധയോടെ ഓരോ വാക്കിനെയും ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ്. വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെ, വിശ്വാസം തന്നെ നമുക്ക് ദാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു നാൾ നാം അനുഭവിക്കുമെന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറപ്പ് നൽകുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് അനുഭവവേദ്യമാകുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ ഒരു രഹസ്യം. ഒന്നുകൂടി, വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെ ധ്യാനിക്കുമ്പോൾ, അത് ഹൃദയത്തിൽ മനനം ചെയ്യുമ്പോൾ ഒരു നാൾ നാം അനുഭവിക്കും എന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറപ്പ് നൽകുന്ന ഈശോ മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനുമായി നൽകപ്പെടുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവരും നിത്യജീവൻ ഉണ്ട് എന്ന ഉറപ്പ്, ആ ഉറപ്പ് ഈശോ പറഞ്ഞതാണത്. സത്യമായി ഞാൻ പറയുന്നു. ഉറപ്പുണ്ടോ? ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതിൽ നിത്യനായ ഈശോയെ തന്നെയാണ് നാം സ്വീകരിച്ചതെന്ന് ഉറപ്പുണ്ടോ? അതാണ് വിശ്വാസത്തിൻ്റെ ഉറപ്പ്. നമ്മൾ കേട്ടു, ഈശോ പറയും, ഈശോ നുണ പറയില്ല, ഈശോ സത്യമേ പറയുള്ളൂ. അതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അന്ത്യദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഇതാണ് ഈ വചനത്തെ ഈ രീതിയിൽ കാണൂ. എങ്ങനെ കാണണം? ഒരു നാൾ നാം അനുഭവിക്കുമെന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറപ്പ് നൽകുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ
നമുക്ക് അനുഭവവേദ്യമാകുന്നു. ഇപ്പോൾ അനുഭവവേദ്യമാകുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു നാൾ നാം അനുഭവിക്കുമെന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറപ്പ് നൽകുന്ന. ഇപ്പോൾ ഞാൻ എന്ത് പാടി? പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരൊത്തു വലം ഭാഗം നിങ്ങൾ കരുളുന്നു. ഇത് യുഗാന്ത്യത്തിൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇത് നമുക്ക് ഉറപ്പുണ്ടോ? ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഉറപ്പ് നൽകുന്ന ആ പിതാവിൻ്റെ വലതുഭാഗത്ത് ആനന്ദത്തിലായിരിക്കുന്ന അവസ്ഥ, ഇവിടെ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ അനുഭവവേദ്യമാകുന്നു. അതാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവം എന്ന് പറയുന്നത്. അനുഭവിക്കണം. നമ്മളത് അനുഭവിക്കണത് വിശ്വാസത്തിലൂടെയാണ്. ഒരു കണ്ണാടിയിലെ എങ്ങനെയാണ് അനുഭവത്തെ വീണ്ടും തുറന്ന് പറയുകയാണ്. ഒരു കണ്ണാടിയിലെ പ്രതിഫലനത്തെ ദർശിക്കുന്ന മട്ടിൽ, പ്രൈസ് ദി ലോർഡ്, അത്രയ്ക്ക് കണ്ടു. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് റിയലല്ല, പക്ഷെ അതിൻ്റെ പ്രതിഫലനമാണ്. പ്രതിഫലനത്തെ ദർശിക്കുന്ന മട്ടിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ മഹാത്ഭുതമായ കാര്യങ്ങൾ നാം അനുഭവിച്ചു കഴിഞ്ഞു എന്ന പ്രതീതിയാണ് നമുക്കുണ്ടാവുന്നത്. ഈ ലാസ്റ്റ് പറഞ്ഞേക്കണത് ഒന്ന് വിശ്വസിക്കൂ. അതായത് ഈ പറഞ്ഞ വാക്ക് തന്നെ എടുക്കാം. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാതാകാമാരൊത്തു വലം ഭാഗം ഞങ്ങൾ കരുളുന്നു. ആ ഒരു അവസ്ഥ ഉണ്ടോ? ഉണ്ട്. ആ അവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇവിടെ വെച്ച് തന്നെ ആ അവസ്ഥയുടെ ഒരു മിറർ അനുഭവം, ഒരു കണ്ണാടിയിൽ കാണുന്ന ഒരു അനുഭവം നമുക്കിവിടെ വെച്ച് അനുഭവിക്കാൻ പറ്റും. എൻ്റെ പേരൊക്കെ കുളിര് പോരുകയാണ്. ഒന്ന് സ്തുതിച്ചേ നിങ്ങൾ കണ്ടേ. അത് സ്വർഗീയ പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേം നഗരത്തിൽ മാലാഖമാരൊത്തു വലം ഭാഗം നമ്മൾ കരുളുന്നു. അരുളട്ടെ. ഇനി ഞാൻ സാധാരണ പാടാറുള്ള രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട് ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇത് നമ്മളെക്കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? ആണോ? ഒന്ന് വിശ്വസിക്കൂ. എങ്കിൽ ഇപ്പോൾ തന്നെ ആ സ്വർഗീയോർസ്ലേമിലുള്ള പിതാവിൻ്റെ വലതുഭാഗത്തുള്ള ആ പുതിയ ആകാശവും പുതിയ ഭൂമിയുടെ ആ നിത്യജീവൻ്റെ അനന്തതയുടെ അനുഗ്രഹ സന്തോഷം നമുക്കിവിടെ വെച്ച് അനുഭവമാകുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗുണം. ഇതാണ് നമുക്ക് വിശ്വാസത്തിലൂടെ ലഭിക്കുന്നത്. 1088 ഭയങ്കര സ്ട്രോങ് ആണ്. ഭൗമിക ആരാധനക്രമത്തിൽ സന്നിഹിതമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇനി എളുപ്പമാണ്. ഇപ്പം ഞാൻ അതിൻ്റെ പ്രധാന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഏതാണ്ട്. ഇതാ മഹത്തായ ഒരു കൃത്യം, അവിടുത്തെ രക്ഷാകർമ്മത്തിൻ്റെ പ്രദാനം ചെയ്യൽ അഥവാ പകർന്നു കൊടുക്കൽ. അതാണ് ഇത്. ഞാൻ വീണ്ടും എൻ്റെ മനസ്സിൽ വരുന്നത് സഭയുടെ ഏറ്റവും വലിയ നിധിയാണ് ആരാധനാക്രമം. സഭയുടെ ഏറ്റവും വലിയ നിധിയാണ് ആരാധനാക്രമം. അത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ആരാധനാക്രമത്തിൽ ആധികാരികതയെ നമ്മൾ മാനിക്കണം. ആ ആധികാരികതയെ മാനിച്ചുകൊണ്ട് അതിൽ നമ്മൾ പങ്കെടുക്കണം.
ഇത്ര മഹത്തായ ഒരു കൃത്യം, അവിടുത്തെ രക്ഷാകർമ്മത്തിൻ്റെ പ്രദാനം ചെയ്യൽ അഥവാ പകർന്നു കൊടുക്കൽ, അതാണ് നിർവഹിക്കാൻ ക്രിസ്തു തൻ്റെ സഭയിൽ സദാ സന്നിഹിതനാണ്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിലുണ്ടാകേണ്ട ഒരു പ്രധാന പോയിന്റാണ്. ഇതിനകത്ത് പല പോയിന്റുകളുണ്ട്. ഒരു പ്രധാന പോയിന്റ് ഇതാണ്: ഈശോ ഈ രക്ഷാകര പദ്ധതി നടപ്പാക്കി കഴിഞ്ഞത് തൻ്റെ സഭയിൽ ഓരോ ദിവസവും ഇത് പകർന്നു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു എക്കോണമി ഓഫ് സാൽവേഷൻ, അതായത് രക്ഷാകര കൃപാവരത്തിൻ്റെ സൗജന്യമായ വിതരണ പദ്ധതി. റേഷൻ ഷോപ്പിൽ നമ്മൾ പോകുമ്പോൾ റേഷൻ കിട്ടുന്നു, പെട്രോൾ പമ്പിൽ പോകുമ്പോൾ പെട്രോൾ കിട്ടുന്നു, റിഫൈനറിയിൽ പോയാൽ കിട്ടില്ല. നമുക്ക് പെട്രോൾ അടിക്കണം, പെട്രോൾ റിഫൈനറി പോയാൽ പെട്രോൾ കിട്ടുമോ? ഇല്ല. ലോകമെമ്പാടും ഉള്ള ഒരു വിതരണ വ്യവസ്ഥിതിയാണ്. അതിനാണ് എക്കോണമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോൾ എന്ന പോലെ എക്കോണമി ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഈ രക്ഷാകര പദ്ധതി സംഭവിച്ചു കഴിഞ്ഞത് നമുക്ക് ഇന്ന് കൂദാശകളിലൂടെ വിതരണം ചെയ്യപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അതാണ് എക്കോണമി ഓഫ് സാൽവേഷൻ. അപ്പോൾ ഈ അവിടുത്തെ രക്ഷാകര കർമ്മത്തിൻ്റെ പ്രദാനം ചെയ്യൽ അഥവാ പകർന്നു കൊടുക്കൽ നിർവഹിക്കാൻ ക്രിസ്തു തൻ്റെ സഭയിൽ സദാ സന്നിഹിതനാണ്. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കണമാതിരി വാ വണ്ടി ഇവിടെ പ്രൈസ് ചെയ്ത് ഇന്നാ ഒഴിച്ചോ, ഫ്രീ ആണ്, ഫ്രീ, എല്ലാവരും വരൂ, കാശ് തരണ്ട, കുടിച്ചോളൂ, ഭക്ഷിച്ചോളൂ. 55 പറയണത് ഇതാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് അവരുടെ ആരാധന ആഘോഷങ്ങളിൽ എവിടെയെല്ലാം സന്നിഹിതമായിരിക്കുന്നു. ആരാധന ആഘോഷങ്ങളിൽ മുൻപ് തന്നെ കുരിശിൽ അർപ്പിച്ച് അവിടുന്ന് വൈദികരുടെ ശുശ്രൂഷയിലൂടെ, അപ്പോൾ വൈദികരുടെ ശുശ്രൂഷ, വൈദിക പൗരോഹിത്യ ശുശ്രൂഷ, ആ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ അതേ ബലി ഇപ്പോൾ അർപ്പിച്ചുകൊണ്ട് കുർബാന എന്ന ബലിയിൽ ശുശ്രൂഷകന്റെ വ്യക്തിത്വത്തിൽ സന്നിഹിതനായിരിക്കുന്നു. ശുശ്രൂഷകൻ വൈദികനാണ്. ആ വൈദികനിൽ ഈ ക്രിസ്തുവാണ്, ക്രിസ്തുവാണ് ആ വൈദികനിൽ സന്നിഹിതനായിരിക്കുന്നത്. ആ വിശുദ്ധ അടുത്തത് ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം മാത്രമല്ല സവിശേഷമായ വിധത്തിൽ ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിലും അവിടെ നിന്ന് സന്നിഹിതനാണ്. ദിവ്യകാരുണ്യ സാദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലും നമ്മൾ സ്വീകരിക്കുന്ന യേശുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും അവിടെ നിന്ന് സന്നിഹിതനാണ്. ഉണ്ടോ? അടുത്തത് ഇപ്പോൾ 3 കാര്യം നമ്മൾ പഠിച്ചു. ഒന്ന്, അവിടുത്തെ രക്ഷാകര കർമ്മത്തിൻ്റെ പ്രധാനം ചെയ്യൽ പകർന്നു കൊടുക്കുന്നു. ക്രിസ്തു തൻ്റെ സഭയിൽ സദാ സന്നിഹിതനാണ്. അവളുടെ ആരാധനാഘോഷങ്ങളിൽ മുൻപ് തന്നെ കുരിശിൽ അർപ്പിച്ച അവിടുന്ന് വൈദികരുടെ ശുശ്രൂഷയിലൂടെ അതേ ബലി ഇപ്പോൾ അർപ്പിച്ചുകൊണ്ട് കുർബാന എന്ന ബലിയിൽ ശുശ്രൂഷകന്റെ വ്യക്തിത്വത്തിൽ സന്നിഹിതനാണ്. മാത്രമല്ല സവിശേഷമായ വിധത്തിൽ ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിൽ അവിടുന്ന് സന്നിഹിതനാണ്. അവിടുന്ന് അപ്പോൾ 3-4 സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത്, അവിടുന്ന് തൻ്റെ ശക്തിയാൽ കൂദാശകളിൽ സന്നിഹിതനാണ്, എല്ലാ കൂദാശകളിലും. ഇനി 5, അതുകൊണ്ട് ആരെങ്കിലും മാമോദീസ നൽകുമ്പോൾ ക്രിസ്തു തന്നെയാണ് മാമോദീസ നൽകുന്നത്. ആ മാമോദീസ നൽകുന്ന ആളിൽ സന്നിഹിതനാണ്. അവിടുന്ന് തൻ്റെ വചനത്തിൽ സന്നിഹിതനാണ്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ കണ്ടോ, അവൻ സകലതും സൃഷ്ടിച്ചു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അവൻ വചനമാരാകുന്നു. അവൻ ആരാണ്? അവൻ ക്രിസ്തു. അവൻ അവിടുന്ന് തൻ്റെ വചനത്തിൽ സന്നിഹിതനാണ്. കാരണം ദേവാലയത്തിൽ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുമ്പോൾ അവിടുന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. അതാണ് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ വചന ശുശ്രൂഷയിൽ അവിടുന്ന് തന്നെയാണ് സന്നിഹിതനായിരിക്കുന്നത്. അതാണ് വിശുദ്ധ കുർബാനയിൽ 2 ബലിവേദിയാണ്. ഒന്ന് വചനവേദി, മറ്റൊന്ന് ബലിവേദി. മിനിസ്ട്രി ഓഫ് ദ വേർഡ് ആൻഡ് മിനിസ്ട്രി ഓഫ് ദ യൂക്രിസ്റ്റ്, 2 ശുശ്രൂഷകളാണ്. വചന ശുശ്രൂഷ, ഇനി തൻ്റെ ശരീരത്തിൻ്റെ ശുശ്രൂഷ. അങ്ങനെ വചനം മുറിച്ച് നൽകപ്പെടുന്നു, യേശു തന്നെയാണത്.
ഇവിടെ ബലിവേദിയിൽ ഈശോയെ ശരീരമായി മുറിച്ച് നൽകപ്പെടുന്നു. അവസാനമായി സഭ പ്രാർത്ഥിക്കുകയും സങ്കീർത്തനം ആലപിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് സന്നിഹിതനാണ്. എന്തെന്നാൽ 2 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. സത്യമായി ഞാൻ പറയുന്നു, കണ്ടോ, ഞാൻ അവിടുന്ന് എന്ന് അവിടുന്ന് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ നിമിഷത്തിൽ വിശ്വസിക്കുക. ഒന്ന്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണിതെല്ലാം. എങ്കിൽ നിത്യജീവൻ ഇപ്പോൾ തന്നെ നമ്മളിൽ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ. കാരണം ആ നിത്യമായ ദൈവത്തിൻ്റെ ആനന്ദത്തെ, പിതാവിൻ്റെ ഭവനത്തിലായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ മുൻകൂട്ടി അനുഭവം നമുക്കിവിടെ ലഭിക്കുന്നു. ഇനി അതോടൊപ്പം നമുക്ക് അറിയാം, നമ്മൾ ഈശോയുടെ, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ് മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ. ഈശോ ആവുന്ന ശിരസ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ ആ ഈശോയുടെ അവയവങ്ങളാണ് നമ്മൾ. അങ്ങനെ നമ്മൾ ഇപ്പോൾ തന്നെ ആ നിത്യജീവനിൽ ഭാഗഭാക്കുകളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം.